കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നില്ലേ? വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമായിരുന്നു. ഉറപ്പായിട്ടും യു.ഡി.എഫ് അധികാരത്തിൽ വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. കഴിഞ്ഞ തവണത്തെ സാഹചര്യം കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം വന്നു. ആ സമയത്ത് കിറ്റൊക്കെ കൊടുത്ത് ആളുകൾ ഒരു ഭയന്ന് നിൽക്കുന്ന ഒരു സമയത്ത് എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ രാജ്യം അപകടത്തിൽ നിൽക്കുക, അതുപോലെ ഇൻറ്റേർണലായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാവുക, ആ സമയത്ത് ഭരണകൂടത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. നേരത്തെ മോദിയും അത് യൂട്ടിലൈസ് ചെയ്താണ്, ഒരു തവണ എക്സ്പ്ലോയിറ്റ് ചെയ്താണ് അത്. പിന്നെ ഈ ജവാന്മാരുടെ അപകടം കശ്മീരിലെ ഒക്കെ ഉണ്ടായി, പുൽവാമയിൽ ഉണ്ടായിട്ടുള്ള അപകടമൊക്കെ അവർ അന്ന് യൂട്ടിലൈസ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ പുറത്തുള്ള ബാഹ്യശക്തികൾ വരുമ്പോഴും ഇൻറ്റേർണലായിട്ടുള്ള വലിയ ക്രൈസിസ് വരുമ്പോൾ ആ ക്രൈസിസാണ് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ യൂട്ടിലൈസ് ചെയ്തത്. കുറച്ച് കിറ്റൊക്കെ കൊടുത്ത് പിന്നെ അത് ജനങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലായി. ഇനി അത്തരത്തിലുള്ള പൊടിക്കൈ വിദ്യകൾ കൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ടുഡേയുടെ ഒരു സർവേയിൽ 110 സീറ്റോട് കൂടിയിട്ട് ഒരുപക്ഷെ യു.ഡി.എഫ് അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. ഫിറോസിൻ്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാടിൽ എങ്ങനെയായിരിക്കും, എത്തരത്തിലുള്ളൊരു വിജയമായിരിക്കും ഇത്തവണ ഉണ്ടാവും? ഈ ഒരു ട്രെൻഡ് കാണുമ്പോൾ 100+ ആണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭയിലും 111-ലധികം സീറ്റുകൾ, 113 മറ്റോ സീറ്റ് യു.ഡി.എഫിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 100+ എന്തായാലും ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിലൊരു 10-25 സീറ്റിൽ ലീഗും ഉണ്ടാവും, അതായത് കൂടുതൽ സീറ്റ് എങ്ങനെ കിട്ടും, കൂടുതൽ സീറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഞങ്ങൾ കഴിഞ്ഞ തവണ 27 സീറ്റിലാണ് മത്സരിച്ചത്. മത്സരിക്കുന്ന സീറ്റുകൾ മുഴുവൻ ജയിക്കുക എന്നുള്ളതാണ് ഏത് രാഷ്ട്രീയ പാർട്ടി ആഗ്രഹിക്കുക. ഞങ്ങളുടെ ഒരു ടാർഗറ്റ് അത് തന്നെയാണ്. അതായത് കൂടുതൽ സീറ്റും കിട്ടും, കൂടുതൽ സീറ്റിൽ ജയിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഉണ്ടാവും.